ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും അത്രയും വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഒരു സിംഗിൾ മദറായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് മക്കളെ കൊണ്ടുള്ളൊരു പ്രൗഡ് എന്ന് പറയുന്നത് അത് നമുക്ക് ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നെന്നാണ് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തോന്നണത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മോളുടെ ഒരു ഫോട്ടോ പോലീസിൻ്റെ കൂടെ, അവൾ SPC യൂണിഫോമിൽ പോലീസിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ പ്രൗഡ് ഓഫ് യു എന്നുള്ള ക്യാപ്ഷനിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു, വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ. അതെനിക്ക് ഒരുപാട് ലൈക്കൊക്കെ കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് പ്രൗഡ് തന്നെയില്ല എന്നുള്ളത്. അതേ സത്യമാണ്. ഇപ്പം ഇത് സ്കൂളിലുള്ള സമയങ്ങളിൽ പരമാവധി ഒരു രണ്ടാളും വീട്ടിൽ പൊതുവേ ചുരുക്കം കുറവാണ് ഒപ്പുണ്ടാവണത്. അപ്പോൾ ഈ കുറച്ച് ദിവസം മഴയൊക്കെ ആയിട്ട് നാട്ടിൽ സ്കൂളൊക്കെ ലീവ് വരുന്നല്ലോ. അപ്പോൾ ഉമ്മയുടെ കൂടെ പവിത്ര വെഡ്ഡിങ്സിൽ ഇരിങ്ങാലക്കുട ഇപ്പം നല്ല പോലെ ഓഫറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ അക്കൗണ്ട്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഉമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞ് വേഗം പൊക്കോ, ഓഗസ്റ്റ് 10 വരെ അവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ട്. പിന്നെ ഓണായിട്ടും നല്ല ഓഫറൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇളയാൾക്ക് പട്ടുപാവാട വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ അവൾക്കും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നെന്ന് വരില്ല. അപ്പോൾ രണ്ടാളും വീട്ടിലുണ്ട്, അങ്ങനെ ഒരുമിച്ച് പൊക്കോളാൻ പറഞ്ഞിട്ട്. പിന്നെ അവർക്ക് സാലറി വരുമ്പോൾ ഓരോരോ ഓഫറുകൾ വരും. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു ഓഫറായിരുന്നു ഇപ്പം എന്താണ് ഷേക്ക് കുടിക്കണം എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഷേക്കും കുടിക്കണം, ഉമ്മയുടെ കൂടെ ഇരിങ്ങാലക്കുട പോയി വരാൻ വേണം. ഉമ്മാക്കുണ്ടെങ്കിൽ വേറൊരു അടുത്തേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കോണത്തുകുന്നിൽ ഇറങ്ങിയിട്ട് ഇവരെ ഷേക്ക് ഷോപ്പിലാക്കി കൊടുത്തിട്ട് ഉമ്മ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനായിരുന്നു, കടയിലൊക്കെ ഏൽപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പരമാവധി ഇവർ കോണത്തുകുന്നിൽ നിന്ന് ഒറ്റയ്ക്ക് ഓട്ടോറിക്ഷയ്ക്ക് വരാറുണ്ട്. സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ, ഉമ്മ എപ്പോഴും ചിലപ്പോൾ ഇവരെ കൂടെ തന്നെ ഉണ്ടാവാൻ പറ്റണമെന്നില്ല. ഉമ്മക്കും ഉമ്മയുടേതായ തിരക്കുകളുണ്ടാവും, ഞാൻ നാട്ടിലില്ല. പിന്നെ എനിക്കുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട ആരെന്ന് പറയാൻ എൻ്റെ വാപ്പ മരിച്ച്, പിന്നെ ആങ്ങളമാരും എനിക്കില്ല. പിന്നെ ഞങ്ങളുണ്ടെങ്കിൽ സ്ലിബിങ്സൊക്കെ കുറവാണ്, ഞാനും എൻ്റെ ഇത്തേ മാത്രമേ ഉള്ളൂ. അപ്പം ഉമ്മക്ക് പോകേണ്ടടുത്തുനിന്ന് ഇവരെ കടയിലൊക്കെ ആക്കി വരുമ്പോഴേക്കും വെയിലൊക്കെ കൊണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞേ ഉമ്മ വെയിൽ കൊണ്ട് ഇനിയിപ്പോൾ ആ കടയിലേക്ക് വേണ്ട, ഞങ്ങൾ പൊക്കോളാം, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിക്കോളാം. അങ്ങനെ അവർ കടയിൽ പോയി ഷേക്ക് കുടിച്ചു. ഉമ്മാക്ക് ധൈര്യമില്ല പോണടുത്ത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ എത്ര വളർന്നാലും അവർ നമുക്ക് കുഞ്ഞുങ്ങൾ തന്നെയല്ലേ. അങ്ങനെ അവർ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയിട്ടുള്ളൊരു വീഡിയോ കോളിലുണ്ട് അവരെ കൂടെ. പക്ഷെ എനിക്ക് അപ്പം ഞാൻ എന്തൊട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം. ഇതൊക്കെ എനിക്ക് സ്വപ്നമാണോ എന്താണോ ഒന്നും പറയാൻ പറ്റണില്ല. വിഷമങ്ങളൊക്കെ ചില നേരത്ത് തോന്നും.